ദൈവം തന്നോരമ്മ യേശുവിന്റെ അമ്മ നന്മ നിറഞ്ഞോരമ്മ ദൈവം തന്നോരമ്മ യേശുവിന്റെ അമ്മ നന്മ നിറഞ്ഞോരമ്മ അമ്മേ ആശ്രയമേ അമ്മേ ശാശ്വതമേ അമ്മേ ആശ്രയമേ അമ്മേ ശാശ്വതമേ മക്കളാ ആനന്ദമേ മക്കളാ ആനന്ദമേ ദൈവം തന്നോരമ്മ യേശുവിന്റെ അമ്മ നന്മ നിറഞ്ഞോരമ്മ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴെന്താ വരണം എന്ന് നോക്കിയേ, ദൈവസ്നേഹം കൂടുമ്പോൾ എന്ത് പറ്റും? സംശയം കുറഞ്ഞു വരും. ദൈവസ്നേഹം കൂടുമ്പോഴേ സംശയം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവസ്നേഹം ലക്ഷ്യം വെച്ചാൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുന്നത് ചെയ്യുമ്പോൾ അവർ വല്ലതും പറയുക, പത്രം കൊടുക്കുമ്പോൾ അവർ വല്ലതും പറയട്ടെ, നമ്മുടെ തന്തക്ക് തന്നെ വിളിക്കട്ടെ. അതിന് തന്ത ഉണ്ടല്ല, അപ്പോൾ വിളിക്കും നമ്മളെ. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലാത്തതൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ കർത്താവിനെ പ്രതി അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പോൾ ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പോൾ നമുക്ക് സന്തോഷം തോന്നില്ലേ? എന്താണ് എൻ്റെ സ്നേഹം കൂടി, കർത്താവിന് വേണ്ടി ഞാൻ അത്രയും സഹിച്ചു. അപ്പോൾ എന്ത് രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റുമെന്ന് അറിയാമോ? അതായത് സംശയം കുറയുകയും ചെയ്യും. ഈ സംശയം കുറയണമെങ്കിൽ മാതാവിന് എന്താ സംശയം ഇല്ലാഞ്ഞത്? അവർക്ക് പാപമില്ലാഞ്ഞ കൊണ്ടാണ്. അതാണ് സംശയമില്ലാത്തതിൻ്റെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ വിശുദ്ധിയും ദൈവസ്നേഹവും നമ്മുടെ സംശയവും തമ്മിൽ കണക്റ്റഡാണ്. ശരിക്കും നമ്മുടെ കിഡ്നി ഹാർട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണമല്ലേ. കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും. അത് തന്നെ കാര്യം. അതങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ബേസ്ഡ് അടിച്ചിരിക്കുക. കിഡ്നിയും ഹാർട്ടും പ്രഷറിൻ്റെ ഒരു അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ ഇവരെ ഈ രണ്ട് ഫാക്കൽറ്റിനും ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രശ്നം. ദൈവസ്നേഹം കൂടുകയാണെങ്കിൽ സംശയം കുറയും. സംശയം കുറയുകയാണെങ്കിൽ എന്ത് പറ്റും? വിശ്വാസം കൂടി വരും. ഇതെല്ലാം ഇൻ്റർകണക്റ്റഡാണ്. അപ്പം നമ്മൾ വിശ്വാസത്തിന് കൊണ്ടുപോയല്ല വളം വെക്കേണ്ടത്. പിന്നെ എന്താണ്? ദൈവസ്നേഹത്തിന് വളം കൊടുക്കണം. ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ക്ഷമ, സമാധാനം, അങ്ങനെ പോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇപ്പോഴെന്താണ് ഇപ്പോൾ മാതാവിനോട് പറയുമ്പോൾ അതായത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴേ അതിനല്ലേ ആ വല്യപ്പനും ചോദിച്ചത്. ആര്? യോഹന്നാൻ്റെ അപ്പൻ. അങ്ങനെ പേരെന്നാ? സക്കറിയ. സക്കറിയ ചോദിച്ചത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വയസ്സനല്ലേ, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളെ. അതെന്നെ അമ്മയും ചോദിച്ചത്. പക്ഷേ പണി മേടിച്ചതാരാണ്? സക്കറിയ. അമ്മ പണി മേടിച്ചില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്തത്? എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉടനെ മാലാഖ എന്ത് പറഞ്ഞു? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞതും വന്നുവെന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാലും ദൈവത്തിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസിൽ ജീവിക്കുന്ന ആളാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഭൂതമുണ്ട്, വർത്തമാനമുണ്ട്, ഇല്ലേ? ദൈവത്തിന് ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല. ദൈവം തന്നാൽ താനായിരിക്കുന്നു, അനാദിയായിരിക്കുന്നു, ആദികാരണമായിരിക്കുന്നു. കണ്ട അപ്പോൾ പോക്കണ്ടില്ലേ? ദൈവത്തിന് കാരണം പോലും ഇല്ല. അപ്പോൾ ദൈവത്തിന് കാലവുമില്ല, കാരണവുമില്ല. ദൈവത്തിന് കാരണവുമില്ല, കാലവുമില്ലാത്ത കാരണം ദൈവം ഒരു കാലത്തിൽ പറഞ്ഞാൽ അതിനെല്ലാം എവർ പ്രസൻ്റാണ്. ഹിസ്റ്റോറിക്കൽ പ്രസൻസ് എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് അതായത് ചരിത്രപരമായ വർത്തമാനം. ദൈവം വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വന്നുവെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. വരുമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വന്നതിന് തുല്യമാണ്. കാര്യം ഹീസ് ഇൻ ഹിസ്റ്റോറിക്കൽ പ്രസൻസ്. ഇതുപോലെ തന്നെ അമ്മ എന്ത് ചെയ്ത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞ ആ ടൈമിൻ്റെ ആ ഇപ്സഫാത്തോ ആ ബൈ ടൈം ആ സെറ്റ് ടൈമിൽ തന്നെ ശരിക്കും പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞപ്പോൾ എന്താ അമ്മ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. കണ്ട ഉണപ്പൊക്കണ്ട. അതായത് എന്തുമാത്രം പാപം കുറഞ്ഞിരിക്കുന്നുവോ അത്രയും വെളിപാടുകളെ സ്വീകരിക്കാനും സംശയം കുറയാനും കൃപയും നിറയാനും ഇടയാകും. അപ്പോൾ നമ്മൾ കൃപാസനം പാപത്തെ ഇങ്ങനെ പരിശുദ്ധാത്മ കിട്ടാനുള്ള ഇടപാടായിട്ട് ഇങ്ങനെ എണ്ണി പെരുക്കി അങ്ങനെ ഞാൻ പ്രസംഗിക്കാറില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് ആധ്യാത്മിക ജീവിതം പരിപോഷിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഞാൻ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്താണ് സംസാരിക്കണത്. ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം സ്നേഹമാണ്. ദൈവസ്നേഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധാത്മാവിന് പ്രാധാന്യമുള്ളത് കാരണം എന്ത് പറ്റും? പാപം
അതാണ് ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറയുമ്പോഴേ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയാം അല്ലേ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനുമില്ല. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തിട്ട് പറയും, മേരി ഇന്ന് വരെ പറഞ്ഞതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയും. നിന്നോടാണ് ആദ്യമായിട്ട് ഈ വെളിപാട് പറയണത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് എന്നുള്ള പേരുള്ളത് ഇപ്പോഴാണ്. പണ്ട് ആദ്യ ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു, അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവല്ലേ ആണ്, പക്ഷെ അവിടെ വിളിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ്. എസെക്കിയേൽ 37 വിളിക്കണത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവിനെ മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടുപോയി, മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു അസ്ഥികൂടങ്ങൾ. അവൻ ജീവിക്കുമോ? കർത്താവെ അങ്ങേക്കറിയാം. അവിടെ എന്താണ്? കർത്താവിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്. മറിയത്തോട് പറയുമ്പോഴാരും പരിശുദ്ധാത്മാവ് എന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്താ കാര്യം? അടി തുടങ്ങാൻ പോകണമെന്നതിൻ്റെ അർത്ഥം ആർക്കാ മനസ്സിലാകാത്തത്? മനസ്സിലാകുന്നതിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അടി തുടങ്ങാൻ പോകണം. എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അശുദ്ധാത്മാവിൻ്റെ അവതാരമായിട്ടല്ലേ ആ മറ്റേ പാപരൂപം വരണത്. അപ്പോൾ പാപത്തിന് പരിഹാരം ചെയ്യാൻ ക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിലൂടെ വചനം മാംസമാകുന്ന ആ സ്വർഗീയ പ്രക്രിയയിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിനക്കും സ്ത്രീക്കും തമ്മിൽ. ഉൽപ്പത്തി 3:15 വർക്കൗട്ട് ചെയ്യും. എന്താ കാര്യം? ഇനി അശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. അശുദ്ധാത്മാവുണ്ട്, അതുമായിട്ടാണ് ഇനി യുദ്ധം വരാൻ പോണത്. അതിനെ മറിയത്തെ തന്നെ എക്വിപ്പ് ചെയ്യാണ്. മറിയത്തിലൂടെ ജനിക്കുന്നവനാണ് അവൻ്റെ തലയെ തകർക്കാൻ പോണത്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. സൈന്യാധിപേ, സ്വർഗ്ഗ സൈന്യാധിപേ, മണ്ണിലെ തേര് പിടിക്കാം. സൈന്യാധിപേ, സ്വർഗ്ഗ സൈന്യാധിപേ, മണ്ണിലെ തേര് പിടിക്കാം. ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുവരെ ചുറ്റിനിന്നറിയാം. ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുവരെ ചുറ്റിനിന്നറിയാം. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജയിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജയിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജയിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദിവസം കൂടാം. ദിവസം കൂടുമ്പോൾ ഇത് പറ്റും, സംശയം കുറയും അല്ലേ? എങ്ങനെ വരണം? അപ്പോൾ വിശ്വാസം വർദ്ധിക്കും. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ, അപ്പം വിശ്വാസം വർദ്ധിക്കുമ്പോൾ അമ്മ എന്ത് പറയും? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എന്നിട്ട് പിന്നീട് പരിശുദ്ധാത്മാവ് വീണ്ടും മറിയത്തോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര്? മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാലാഖ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് നേരിട്ട് മറിയത്തിൻ്റെ അടുത്ത് വരും. ആരിലൂടെ? എലിസബത്തിലൂടെ വരും. എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് മറിയം പറയും, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞു, മേരി കർത്താവ് മംഗളവാർത്ത സമയത്ത് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. അവിടെ അരുളി ചെയ്ത ആരാണ്? പിതാവായ ദൈവമാണ് അരുളി ചെയ്തത്. ഇപ്പോൾ അരുളി ചെയ്യാൻ പോണത് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. കാര്യം പുത്രനായ ദൈവമാണ് മനുഷ്യാവതാരം ചെയ്യാൻ പോണത്. അതുകൊണ്ടാണ് ആദ്യം കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യം. ലൂക്ക 1:45 എടുത്ത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ. മംഗളവാർത്ത സമയത്ത് മാലാഖ വഴി കർത്താവ് പിതാവായ ദൈവം, ലോഡെന്നാ പറയണത്, ഫാദറാണത്. അതായത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അനുഗ്രഹീത എന്നാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുമ്പോൾ വരാൻ പോകുന്ന, ഇപ്പം ഇതാരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞു, മേരി കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ അനുഗ്രഹീത. എന്ന് വെച്ചാൽ എന്നൊക്കെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിൻ്റെ ഒരു ഘടന കണ്ടില്ലേ? അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് 16 നമ്മൾ വായിച്ചു. ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ആണ് മാലാഖ മറിയത്തോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ മറിയം വിശ്വസിച്ചപ്പോൾ അത് വന്ന പോലെയായി.
അത് തന്നെയാണ് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിന് കൺകറൻസ് കൊടുക്കുന്നത്. എന്താണ്? മേരി, നീ വിശ്വസിച്ചു, വരാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞു, അപ്പം നീ വന്നതുപോലെ വിശ്വസിച്ചു, അപ്പം നീ അനുഗ്രഹീതയാണെന്ന്. അത് അനുഗ്രഹീത, അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നിറവോടുകൂടി വന്നതുപോലെ അനുഭവിച്ചാൽ വരാൻ പോകുന്ന വിഷയത്തിൻ്റെ മേൽ നമുക്ക് അവകാശം അനുഗ്രഹം പ്രാപിക്കാം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്ത് അവസ്ഥയിലാണെങ്കിലും ഉടമ്പടി എടുത്ത ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഹീലിംഗ്, അടയാളങ്ങളും ധൈര്യവും സമാധാനവും ക്ഷമയും കിട്ടണത്? എന്തുകൊണ്ടാണ്? അവരതിൽ വിശ്വസിക്കുകയാണ്. ചില ആൾക്കാർ ഉടമ്പടി പുതുക്കിയാലും അവർക്ക് പറയുന്ന സമാധാനം ചിലർക്ക് കിട്ടണില്ല. എന്താ കാര്യം? അവരപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അവർക്ക് അവരെ തന്നെ സംശയമാണ്. സംശയമുള്ള ആൾക്കാർക്കുള്ള ഗുണം, നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അത് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടി പ്രവർത്തനങ്ങൾ നോക്കിയാൽ മതി. ഉടമ്പടിയിൽ ഇപ്പോൾ പത്രം കൊടുക്കാൻ എടുക്കുന്ന സമയം അത് വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ 1, 2 കൊടുത്ത് ആർക്ക് കൊടുത്തും എപ്പോൾ കൊടുക്കും, ന്യൂട്രായിട്ട് കൊടുക്കും. ചില ആൾക്കാർ കടയിൽ കുത്തിയിരിക്കും. വരുന്നവർക്കൊക്കെ ഒരു മുടക്കില്ലല്ലോ, വരുന്നവർക്കെല്ലാം വെറുതെ കൊടുക്കും. പുറത്തിറങ്ങത്തില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പെയിൻറ്റ് പോകുന്ന പറഞ്ഞ് ഉണ്ടാക്കത്തില്ല. അവർക്ക് കടയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെറുതെ കൊടുക്കും വരുന്നവർക്ക്. ഇത് കൊണ്ടേ വായിക്ക് എന്ന് പറയാം. അപ്പോൾ അവർക്ക് ഏതായാലും അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് അത് ചെയ്യണത്. അപ്പോൾ അവർക്ക് സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ ലാഗ് ചെയ്യും. ആരുടെയും കുഴപ്പമില്ല, അവർ തന്നെ ഉണ്ടാക്കണതാണ്, സ്വയമായിട്ട് കുഴിക്കണത്. കാരണം അവർക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഇരിക്കുന്ന ജോമകൾ തന്നെ നോക്കിക്കേ, അവർക്ക് അവർ ഫുൾ ടൈം പ്രവർത്തിക്കുകയാണ്. അവർ MDH മാസ്റ്റർ ഓഫ് തിയോളജിക്ക് വേണ്ടി ആലുവ സെമിനാരിൽ പഠിക്കുകയാണ്. പക്ഷേ എന്നിട്ട് ഇവിടുന്ന് 10 കാവി കൊണ്ടുപോയി ആലുവ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും. റെയിൽവേ സ്റ്റേഷനിലെല്ലാം കൊടുക്കും കൊണ്ട് നടന്ന്. അതെന്താ കാര്യം? ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പരിപാടിയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാകത്തില്ല, നമുക്ക് ബോധ്യം ഉണ്ടാകും. ബോധ്യം ഉണ്ടാവുമെങ്കിൽ എല്ലാം കർത്താവ് വേണ്ട സമയത്ത് ക്രമീകരിക്കും. ദൈവത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മളെന്ത് നോക്കാനാണ്? ദൈവം നമ്മളെക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ കണ്ടും അതിനേക്കാൾ ഈ ഭൂമി സൃഷ്ടിച്ച അപാരതയുടെ ഒരു ദൈവമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെങ്കിൽ എങ്ങനെയാവും? 90 ദിവസം പിടിച്ച് നിൽക്കണം. 90 ദിവസം പിടിച്ച് നിൽക്കണം. അത് കഴിയുമ്പോൾ ഭക്തി, 90 ദിവസം പത്തി, 91 ദിവസം പത്തി. അതാണ് സംഭവം. ഉടമ്പടി വർക്ക് ചെയ്യാത്ത അതാണ്. 90 ദിവസം പത്തി, 91 ദിവസം പത്തി. പഴയ സ്വഭാവം പഴയ ആളായിട്ട് മാറും. ചില ആൾക്കാർ പത്തി ഒരുമിച്ച് കൊണ്ടുപോകും. അത് ഭയങ്കര മൂർഖനാണ് മാതാവേ. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. ദൈവത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതിനകത്ത് ഉള്ള റിസ്ക് എന്ന് പറയും. ഉടമ്പടിയിലെ റിസ്ക് എന്ന് പറഞ്ഞാൽ അതാണ്. കാര്യം എന്താ, ഞാനിങ്ങനെ പറയാം, പല ആൾക്കാർക്കും ദൈവത്തെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. എന്താ കാര്യം? അവർ ദൈവത്തെ കണ്ടിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ പുസ്തകത്തിലുള്ള നോളജും എവിടെയെങ്കിലുമൊക്കെ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്യുകയും വല്ല പ്രസംഗമൊക്കെ കേൾക്കുന്ന ഒരു നോളജ്. അങ്ങനെയല്ല. ഞാൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ലക്ഷം മനുഷ്യർ ഞാൻ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടു. ഞാൻ തന്നെ നേരിട്ട് മാതാവിനെ കണ്ട ആളാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചെല്ലാം കൃത്യതയുണ്ട്. പക്ഷേ അനുഭവജ്ഞാനമാണുള്ളത്, ആശയജ്ഞാനമല്ല. ഇത് ഇന്നവിറ്റബിൾ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഐഡിയലായാലും ശരി റിയൽ വരുമ്പോൾ തോറ്റുപോകും. അത് അനിവാര്യമായ ആശയത്തിൻ്റെ തോൽവിയാണ് അനുഭവത്തിൻ്റെ വിജയമെന്ന് പറയണത്. അതുകൊണ്ട് ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നത് അനുഭവജ്ഞാനം. ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ബിബ്ലിക്കൽ തിയോളജി എന്ന് പറയുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻസ് തിയോളജി എന്ന് പറയും. എൻ്റെ മനസ്സോടനെ പറയും. അങ്ങനെ ഒരു ശാസ്ത്രമില്ല. ബിബ്ലിക്കൽ തിയോളജി നമ്മൾ ശാസ്ത്രമുണ്ട്, നമ്മളൊക്കെ ഇപ്പോൾ പഠിക്കണം. അതാ
MDH മാസ്റ്റർ ചെയ്യണവർ. അപ്പോൾ എന്താ സംഭവിച്ചാൽ ബിബ്ലിക്കൽ തിയോളജി സബ്ജക്റ്റ്. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും ബിബ്ലിക്കൽ എക്സ്പീരിയൻഷ്യൽ തിയോളജി എന്ന് പറയും. ബൈബിളിലുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അത് താത്വിക ജ്ഞാനത്തിന് അവിടെ വലിയ സ്പേസ് ഇല്ല. മനുഷ്യന് അനുഭവം അല്ലെന്നുണ്ടെങ്കിൽ ഇത് അപ്രസക്തമായി തീരുകയും ചെയ്യും. മനുഷ്യനില്ലാതെ ദൈവം നിലനിൽക്കും, ദൈവവചനവും നിലനിൽക്കും. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? മനുഷ്യന് വേണ്ടിയാണ്. യേശുക്രിസ്തു പോലും മനുഷ്യാവതാരം ചെയ്തത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവതാരം ചെയ്താൽ പോരെ? അപ്പോൾ മനുഷ്യനാണ് പ്രാധാന്യം. ഈശോയ്ക്കും അറിയാം എന്താണ് സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്. സാബത്ത് മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ വചനവും വചനത്തിൻ്റെ വ്യാഖ്യാനവും സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും എല്ലാം എന്താണ് മനുഷ്യ ജീവിതത്തിന് വേണ്ടിയും ഈ കാലം നമ്മളെ എപ്പോഴും ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ തിരിച്ചെത്തിച്ചേരാൻ വേണ്ടിയുള്ള സംവിധാനമാണ് സഭയെന്ന് പറയുന്നത്. കയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രയോഗത്തിൽ കൊണ്ടുവരുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ആധ്യാത്മികതയുടെ അടിസ്ഥാനമായിട്ട് ഞാൻ മറിയത്തെ അവതരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഈ ഭൂമിയുടെ അനുഭവങ്ങളിലെ അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയുമാണ് മറിയം എന്ന് പറയുന്നത്. ആധ്യാത്മിക അനുഭവത്തിൻ്റെ ആൽഫയും ഒമേഗയാണ്. എന്താ കാര്യം? ഒന്ന്, അവർ പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുമ്പോൾ തന്നെ, പരിശുദ്ധാത്മാവ് ഗർഭം ധരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നാണക്കേടും മാനക്കേടും സ്ത്രീയെപ്പോലെ അനുഭവിച്ചിട്ട് അവർ പെരുവഴി പ്രസവിക്കാൻ വേണ്ടി ദൈവം വിടുകണവരാ. അപ്പോൾ ഒരു മനുഷ്യനെ അനുഭവിക്കും. നിങ്ങൾക്ക് വീടില്ല, വഴിയില്ല, ജോലിയില്ലെന്ന് പറയുമ്പോഴൊക്കെ ഇവിടെ പറഞ്ഞാൽ ആദ്യം ഒന്ന് ചിരിക്കും, പിന്നെ പറയാം സാരമില്ല, ഞാൻ നിനക്കളെ ഗതികെട്ടാണ് പ്രസവിച്ചത്, എങ്കിലും നിനക്ക് ഞാൻ തരാമെന്ന് പറയും. അത് ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചിട്ട് അവസാനം ഈ മകനെ ഈ നഗ്നനായിട്ട് തുണിയെ കെട്ടിയിട്ട് ഒരു കുറവ് ഇറച്ചിയായിട്ട് ഇങ്ങനെ മടിയിലെടുക്കും. മടിയിലെടുത്തിട്ട് ഇവർ കല്ലറയിൽ വെക്കാൻ വേണ്ടി കൈ നീട്ടി കൊടുക്കും. പിന്നെ ഇവരെ കാണത്തില്ല, ക്രിസ്തുവിനെയും കാണത്തില്ല. ഞാനെപ്പോഴും ഓർക്കും കല്ലറയിൽ അപ്രത്യക്ഷമായത് ഈശോ മാത്രമല്ല, മറിയവും അപ്രത്യക്ഷമായി. ബൈബിളിലും പിന്നെ മറിയത്തെക്കുറിച്ച് അധികം പറയത്തില്ല. എന്താ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു. കർത്താവ് എന്താണ് അരുളി ചെയ്തത്? കർത്താവ് അവളോട് അരുളി ചെയ്തത് എന്താണ്? മനുഷ്യാവതാരത്തിൻ്റെ സമയത്ത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1:33. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 1:33. യാക്കോബിന്റെ ഭവനത്തിന്മേൽ പറഞ്ഞ യാക്കോബിന്റെ ഭവനത്തിന്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അപ്പൊ അവന് മരണമില്ല, മരണത്തെ അവൻ ജയിക്കുമെന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇംപ്ലിസിറ്റ്. ഇതാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നോ അമ്മയോടാണ് ആദ്യം പറയണത്. അമ്മ എന്ത് ചെയ്തു? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല, അവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആദ്യം പിതാവായ ദൈവം മാലാഖയിലൂടെ അമ്മയോട് പറയുമ്പോഴേ, എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും, നിന്നോട് പറഞ്ഞില്ലേ മേരി, അപ്പായി പറഞ്ഞില്ലേ അവൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന്, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന്. അതുതന്നെ എനിക്കും പറയാനുള്ളത്. നിന്നെ ബ്ലെസ് ചെയ്തിരിക്കണം അപ്പ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ പറഞ്ഞത് നീ വിശ്വസിച്ചു. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച നീ, കർത്താവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ആദ്യമായി സാക്ഷിയായി ജീവിച്ച് വിശ്വസിച്ച നീ ഭാഗ്യവതി. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. കർത്താവിന്റെ കരമേൽ പൂർണ്ണമായി സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. തിരുസഭ
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരാണ്? അമ്മയാണ്. അമ്മയുടെ ജീവിതം മുഴുവനും അപ്പോസ്തലന്മാർ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവ് പുനരുദ്ധാനം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ എല്ലാവരും അതെല്ലാം മറിയം ഉൾപ്പെടെ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ്. അമ്മയുടെ ജീവിതം തന്നെ പുനരുദ്ധാനത്തിൻ്റെ ജീവിതം സാക്ഷിയായിട്ട് ജീവിക്കുകയും. എന്താ കാര്യം? കർത്താവ് അരുളി ചെയ്യുന്നത് 1:33 പറഞ്ഞു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, അതായത് 1:33 എന്താ പറഞ്ഞത്? വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ 16-14 വായിച്ചു. ആ വരാൻ പോകുന്ന കാര്യങ്ങളാണ് മാലാഖ 1:33 പറയണത്. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായില്ലെന്ന്, അവൻ മരിച്ചാലും പുനരുദ്ധാനം ചെയ്യുമെന്ന്. അതാണ് എലിസബത്തിൻ്റെ വീട്ടിൽ 1:45 ലൂക്ക പറയണത്. മേരി, നീ ബ്ലെസ്സഡ് ആണ്. എന്താണ് കാരണം? കർത്താവ് നിങ്ങളുടെ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. അതായത് എന്താണ് വിശ്വസിച്ചത്? കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ നീ വിശ്വസിച്ചു. അവൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് മറിയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്. ഈശോയെ കാണാതെ വരുമ്പോൾ ഞാനും നിൻ്റെ അപ്പനും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും. അപ്പോൾ ഈശോ പറയും, മേരി, യു നോ ഇറ്റ്. നിങ്ങൾക്കറിയാം. എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്ന് വെച്ചാൽ അറിയാമയ്ക്ക് കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കുരിശിൻ്റെ വഴികളിലൂടെ എല്ലാം ബോധം കെട്ട് വീഴാതെ യോഹന്നാൻ പറയും, കണ്ടില്ലേ അമ്മയുടെ നിപ്പ് കണ്ടില്ലേ? പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട് മരിച്ചു കിടക്കുന്ന മകൻ്റെ മുമ്പിൽ ഏതെങ്കിലും അമ്മ ഇങ്ങനെ നിൽക്കുമോ? ഏതമ്മയാലും ബോധം കെട്ട് താഴെ വീണ് കിടക്കത്തില്ലേ? കണ്ടില്ലേ നിൽക്കണ നിപ്പ് കണ്ടില്ലേ? എന്താണ്? അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ആരായിട്ട് നിന്ന്? ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയായിട്ട്. ഇപ്പം നിന്നതല്ലല്ലോ, മംഗളവാർത്ത കാലം മുതൽ തന്നെ അവർ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കണത്. എന്താണ് സംഗ്രഹിക്കണത്? എല്ലാത്തിൻ്റെ അവസാനം എൻ്റെ മകൻ ദൗത്യം പൂർത്തിയാക്കി പുനരുദ്ധാനം ചെയ്യും, ലോകത്തിൻ്റെ രക്ഷ കൈവരും. രക്ഷയെ ധ്യാനിച്ചുകൊണ്ടാണ് അമ്മ എല്ലാ ക്രിസ്തുവിലൂടെ സംഭവിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തിലൂടെ വരാൻ സമാഗതമാകാൻ പോകുന്ന മനുഷ്യൻ്റെ രക്ഷയെ ധ്യാനിച്ചുകൊണ്ട് അമ്മ ഒറ്റ വാക്കിൽ ഒതുക്കും. എന്താണ്? മേരി ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കയ്യടിക്കട്ടെ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കൂ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മ മേരിയൊപ്പം ആരാധിക്കൂ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് മാതാവ് നൽകുന്ന ജീവിത ദർശനം എന്ന് പറയുന്നത്. ഇതാണ് ഉടമ്പടിയുടെ ദർശനം. ഉടമ്പടി ജീവിത ദർശനം എന്താണ്? എന്ത് സംഭവിച്ചാലും അത് അപ്പായുടെ തിരുമനസ്സിൻ്റെ കീഴ്പ്പെടുന്നുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോൾ അമ്മ ഉള്ളിൽ പറയുന്നതാണ്, ഞാൻ സാക്ഷിയാണ്. എന്തിൻ്റെ സാക്ഷിയാണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി. ദൈവപൈതലേ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നന്മയും തിന്മയും വരാം. പക്ഷേ ക്രിസ്ത്യാനിക്കോ വിശ്വാസിക്കോ തിന്മയില്ല. എന്താ കാര്യം? എല്ലാ തിന്മകളും കുരിശൊരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ്
അവൻ മഹത്വവൽക്കരിക്കപ്പെട്ടത്. മുൾക്കിരീടം ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് അവൻ പാപത്തിന്മേൽ അധികാരം സ്ഥാപിച്ചത്. അവൻ്റെ തിരുവിലാലും മുറിവ് ഒരു തിന്മയാണെങ്കിൽ ആ തിന്മയിലൂടെയാണ് ആ സ്നേഹിച്ച് ലോകത്തെ കീഴടക്കിയത്. അത് ലോകത്തെ കീഴടക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു, ഞാൻ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, കുരിശുകളുണ്ടാകും, തിരുവിലാൽ മുറിവുണ്ടാകും, മുൾക്കിരീടമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ പുനരുത്ഥാനത്തിന് സാക്ഷിയാകാൻ ഓർത്തുകൊണ്ട് മാതാവിനെപ്പോലെ സാക്ഷ്യം വഹിക്കുവാൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശക്തരാകാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ശ്രുതികട്ടെ. ഞങ്ങൾ ആരാധിക്കുന്നു, ഉദ്ധാരം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ എല്ലാത്തിനും പരിഹാരമുണ്ടാകുന്ന ഇന്നലെ നമുക്ക് നടന്നത് 33 സാക്ഷ്യങ്ങളാണ്. എ ഗ്രേഡായിട്ടുള്ള വലിയ സാക്ഷ്യങ്ങളാണ്. നമ്മളെ ദൈവം വചനവും വചനാധിഷ്ഠിതമായ ജീവിതവും കർത്താവിൻ്റെ പുനരുത്ഥാനവും സുവിശേഷം സാക്ഷ്യവും ഒക്കെ വളരെ ഗുരുതരമായ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് ചേർത്ത് നൽകുന്നതാണെന്നാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്തം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴേ നിങ്ങളെ പരസ്പരം ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ ഈ സമയത്ത് ഉടമ്പടി മുഴുവൻ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യും പ്രാർത്ഥനയിൽ. പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി മക്കൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചാൽ മതി. ഞാൻ വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി ശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവെ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈ അൾത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാണ്. ഈ അൾത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാണ്. ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ, അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമേ. സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, മാംസപേശികളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ അകത്ത് ഉച്ച മുതൽ ഉള്ളംകാല വരെ കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ, ആന്തരിക രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. സുവിശേഷം സാക്ഷിയാകാൻ പ്രത്യേക അഭിഷേകം ലഭിക്കട്ടെ. കർത്താവെ, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവെ വീട്ടിലെ വേദന വിട്ടുമാറാത്തവര്, ജീവിതമാർഗം പൊട്ടിപ്പോയവര്, ജോലി, പഠനം, പരീക്ഷ, കർത്താവെ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ സംഘർഷത്തോടെ ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സാന്ത്വനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പോകാനിരിക്കുന്നവർ, ആശുപത്രി കിടക്കുന്നവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞു വിട്ട് താമസിക്കുന്നവർ, കർത്താവെ മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, ഡൈവേഴ്സ് കർത്താവെ ഡൈവേഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിൽ അകപ്പെട്ടു പോയവർ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സഹകരണ ഈശോയെ നിലകേണ്ട മക്കൾ, തെറ്റായ പ്രണയത്തിൽ കുടുങ്ങിയവർ, അതുപോലെ പ്രണയത്തിൽ കുടുങ്ങിപ്പോയവർ, കുടുംബത്തിന് ദോഷമുണ്ടാക്കുന്നവർ, കുടുംബത്തിന് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക തകർച്ചയും ജീവിത തകർച്ചയും കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളും സുഖങ്ങൾക്ക് വേണ്ടി ജീവിതത്തെയും മാതാപിതാക്കന്മാരെ വിട്ടെറിഞ്ഞു പോയിട്ടുള്ള ബുദ്ധിമോശം കാണിച്ചുള്ള വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ കർത്താവിൻ്റെ ആത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലി ഇല്ലാത്തവരെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജപ്തി നടപടി നടക്കുന്നവരെ, അതിലകപ്പെട്ടു പോയിരിക്കുന്നവരെ, ഒറ്റ പാട്ടം, അതുപോലെ തന്നെ കർത്താവ് അതിലേക്ക് അകപ്പെട്ടിരിക്കുന്നവരെ, ജീവിത മാർഗത്തിന് മാർഗമില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, തിരിച്ചു പോരാൻ പോകുന്നവരെ, വിസ നഷ്ടപ്പെട്ടവരെ, പലതരത്തിൽ കർത്താവെ വിസ പുതുക്കി കിട്ടാത്തവരെ, അന്യനാടുകളിൽ വേദന അനുഭവിച്ച് ജീവിക്കുന്നവരെ, കർത്താവേ എല്ലാ മക്കളുടേക്കും ദൈവത്തിന് സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. കർത്താവിൻ്റെ ആത്മാവ് ഇടിത്തി പോലെ, കർത്താവിൻ്റെ ആത്മാവ് ഏലിയായി നിവസിച്ച പരിശുദ്ധാത്മാവ്, ദാവീദ് നിവസിച്ച പരിശുദ്ധാത്മാവ്, യേശു ക്രിസ്തു നിവസിച്ച പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാർ ഇറങ്ങി വെച്ച പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടെ, അഭിഷേകം ചെയ്യപ്പെട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കോശങ്ങളും പേശികളും യേശുവിന്റെ നാമത്തിൽ പെരുമഴ പോലെ, കൊടുങ്കാറ്റ് പോലെ വീശി അടിക്കട്ടെ. ആത്മാവിനെ വീശടിക്കട്ടെ, ആത്മാവ് വീശടിക്കട്ടെ. യേശുവിന്റെ നാമം ദൈവവിളികളില്ലാത്ത കുടുംബങ്ങള്, ദൈവവിളികൾക്ക് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളുള്ളവര്, ദൈവവിളി നഷ്ടപ്പെടാൻ പോകുന്നവര്, എല്ലാ സ്ഥലത്തും പ്രാർത്ഥിക്കും, പുതിയ ദൈവവിളിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവര് എല്ലാവരും ദൈവത്തിനെ കണ്ടെത്തരട്ടെ. Power and grace. Hallelujah, hallelujah. യേശുവേ, hallelujah, 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 hallelujah. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചോണ്ട് പാടറേ. ആത്മശക്തിയെ ഇറങ്ങി വാ, ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സുഖിയെ ഇറങ്ങി വാ, ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി വാ, ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ. മുട്ടേ നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത വിഷയത്തിന്മേലും പുതുക്കാൻ പോകുന്ന വിഷയത്തിന് മേലും മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയെപ്പോലെ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മൗനസമർപ്പണം ചെയ്ത് പുനരുദ്ധാനത്തിൻ്റെ ആദ്യ സാക്ഷ്യം വഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മറിയ, ആവേ 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 മറിയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാ ദിവസവും അച്ഛൻ പറയണതാണ് 5:30 മണിയാകുമ്പോൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന, അവർ ഡെയിലി ബ്രെഡ് 12 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ള അന്നു വേണ്ട ആഹാരം പോലെയുള്ള അനുഗ്രഹ പ്രാർത്ഥനയും ആ 12 മിനിറ്റ് ഒതുങ്ങി നിൽക്കുന്ന 3 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും നമ്മൾ ഒരുമിച്ച്. ഇപ്പോൾ ഒരു ദിവസം 1,00,000 കൂടുതൽ ആൾക്കാരത് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളത് ഷെയർ ചെയ്യണം മറ്റുള്ളവർക്കെല്ലാം. ഷെയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ അത് കട്ട് ചെയ്തിടുന്നവരും അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് 5 രാവിലെ 5:30 അതിനെ കാണിക്കണം, തമ്പിൽ കാണിക്കണം. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സാക്ഷ്യം പറയുന്നുണ്ട്. ഇന്നലെ 3-4 പേര് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അവർക്ക് കിട്ടിയ ആശ്വാസവും അനുഗ്രഹവും വിടുതലും സാക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന രാവിലെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ നിയോഗങ്ങൾ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കയറ്റണം. അന്നത്തെ ആവശ്യം നിങ്ങൾ പറയുക മാത്രമല്ല, അത് ടൈപ്പ് ചെയ്ത് അന്നത്തെ ആവശ്യം പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൂടി നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ഭാഗമാക്കണം. പിന്നെ അതുപോലെ തന്നെ വാഹനം വാങ്ങിച്ചവരും വർക്ക് സൈറ്റ് എടുക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ കെട്ടിടം പണിയാൻ പോകുന്നവരും ആ പ്രാർത്ഥനാ സമയത്ത് അതിൻ്റെ നിങ്ങളിപ്പോൾ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നവർ, പാസ്പോർട്ടിന് ഇൻ്റർവ്യൂ പോകുന്നവർ, അപ്പോൾ അതെല്ലാം പാസ്പോർട്ട് ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കേണ്ടത്. പറ്റുമെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ ചെയ്യണത്. ഗർഭിണികളാണെങ്കിൽ ആ സമയത്ത് ഒരു കൈ മൊബൈലിലും ഒരു കൈ വയറിലും വെക്കണം. മൊബൈൽ പുറത്ത് വെച്ച് സ്വരത്തിൽ കൂടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കൈ വയറിലും ഒരു കൈ എവിടെയും രോഗസ്ഥാനത്തും ഒരു കൈ ശിരസിലും വെച്ചാൽ മതി. അപ്പോൾ ആ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ കുരിശ് ഉയർത്തത്തില്ലേ, ആ കുരിശ് ഉയർത്തുന്ന സമയത്താണ് ചെയ്യേണ്ടത്. കുരിശ് ഉയർത്തുന്നതിന് മുമ്പുള്ളത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ചെയ്യരുത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങളുടെ മൗനമായിട്ട് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചാൽ മതി. പക്ഷേ കുരിശ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എവിടെയാണ് ആ സ്പോട്ട്, ഇപ്പോൾ കാർ ഷെഡെങ്കിൽ കാർ ഷെഡ്, വാഹനത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം മന്ത്രകോടി, ഇപ്പോൾ കല്യാണമൊക്കെ നടക്കാൻ പോകുന്നവർ മന്ത്രകോടി താലിയൊക്കെ വാങ്ങിച്ച് കാണാം. അപ്പോൾ അത് വെച്ചിട്ട് വേണമെന്ന് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അത് നേരത്തെ എടുത്ത് വെക്കണം നിങ്ങൾ, അല്ലാതെ 5:30 ആകുമ്പോൾ ഓടിപ്പിടിച്ച് അത് ചെയ്യരുത്. പക്ഷെ തലേ ദിവസം രാത്രി തന്നെ അതൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സമർപ്പിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കഴിയുമ്പോൾ ഒരു പീഠം ഇതിനു വേണ്ടി വെക്കും മാതാവിൻ്റെ അടുത്ത്. ഇപ്പോൾ നിങ്ങളുടെ മന്ത്രകോടി, ചില ആൾക്കാർ മന്ത്രകോടി കൊണ്ടും താഴെ വെക്കുന്നുണ്ട്, ചില താലി കൊണ്ട് താഴെ വെക്കുന്നുണ്ട്, ചില ആൾക്കാർ കല്യാണം കഴിച്ചതിന് ശേഷം ചില ആൾക്കാർ മക്കളെ കൊണ്ടുവന്ന് അവിടെ കിടത്തുന്നുണ്ട്. അപ്പോൾ അത് കിടത്താനൊക്കെ വേണ്ടി ഒരു സ്ഥലം മാതാവിൻ്റെ അടുത്ത് മുമ്പിൽ കിടത്താനുള്ള സ്ഥലം ഇവിടെ നിശ്ചയിച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് അത് ചെയ്യാനുള്ള അനുവാദം കിട്ടും. അത് മിക്കവാറും കിട്ടാൻ സാധ്യതയുള്ളത് ഇവർ ഊണ് കഴിക്കാൻ പോകുന്ന സമയത്താണ്. സാക്ഷ്യത്തിലുള്ള സിസ്റ്റർ അച്ഛനൊക്കെ പോകത്തില്ലേ, അപ്പോൾ ഒരു 12:30 തൊട്ട് ഒരു 1 മണി തൊട്ട് 1:30 മണി വരെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറ്റും.
അതിവിടെ മുട്ട തന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് തരാം. ഇപ്പോൾ പറയത്തില്ല, ഞാൻ അനൗൺസ് ചെയ്ത് ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്ത് എനിക്കിപ്പോഴൊരു കൺഫ്യൂഷനുണ്ട്. അത് മാതാവ് ഇങ്ങനെ രൂപമായിട്ട് ഇരിക്കുകയും മാതാവ് ഇങ്ങനെ കൈ തുറന്നിരിക്കുന്ന ഒരു രൂപമാണ് എനിക്ക് ദർശനത്തിൽ കിട്ടിയത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണെങ്കിൽ അത് ഇവിടെ തന്നെ വെക്കാൻ പറ്റത്തില്ല, മാതാവിൻ്റെ രൂപ ഇവിടെ ഉള്ളത് കാരണം. അപ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത് വരെ നിങ്ങൾ ഈ പ്രത്യക്ഷീണ രാവിലെയുള്ള അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഉപയോഗിക്കണം. അവിടെ അതുകൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് ഈ ജീവിതത്തിൽ ഒരു ദിവസം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ മേലും അത് ആ പ്രാർത്ഥന പോകും. അതുകൊണ്ട് നിങ്ങളത് കേൾക്കുകയും കൂടുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ നിങ്ങളുടെ തനത് നിയോഗങ്ങളാണ് ആദ്യം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ നിയോഗം വെക്കാനുള്ള സമയം ഉണ്ടാകും. രണ്ടാമത്തെ അറിയിപ്പ്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഉടമ്പടി എടുക്കുന്നുണ്ട്. ഉടമ്പടി ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിലാണ് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എന്നിട്ട് ഈ അണ്ണൻ ക്ലാസ്സിൽ പങ്കെടുക്കത്തില്ല, അങ്ങേര് പോയി അവിടെ ഇരിക്കും, കാറിലിരിക്കും. എന്നിട്ട് ഭാര്യ ക്ലാസ്സും കേട്ടോണ്ട് വരുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ നെഞ്ചും പിരിച്ച് ഇങ്ങനെ ഭാര്യയുടെ കൂടെ വരും. അപ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ തള്ളി മാറ്റും. കാര്യത്തെ കള്ളത്തരല്ലേ കാണിക്കണത്. ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഭാര്യയും ഭർത്താവും ക്ലാസ് കൂടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്രയും ബുദ്ധിമുട്ട് കള്ളത്തരം കാണിക്കണം എന്തിനാണ്? നിങ്ങൾ ഭാര്യയുടെ പേരിലെടുത്തോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഭാര്യയും ഭർത്താവെന്ന് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ ഇവർ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴും ഭർത്താവിനും കൂടി വരാം. അല്ലെങ്കിലും ഞാൻ ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അവിടെ മക്കളുണ്ടാകുന്ന ചോദിക്കും. അവിടെ അച്ഛൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചത് എനിക്കറിയാൻ പറ്റും. ഇപ്പോൾ മക്കൾ ചിലപ്പോൾ ഉടമ്പടി എടുത്ത് കാണത്തില്ലായിരിക്കും. ഭർത്താവ് ഈശോനോട് പറയാം മക്കൾ വന്നിട്ടുണ്ട് വിളിച്ചോളാൻ പറയും. അപ്പോൾ ഞാൻ വിളിപ്പിക്കും. ചിലപ്പോൾ ഭർത്താവിനെ വിളിപ്പിക്കും. അപ്പോൾ ഭർത്താവ് ഇവിടെ ഇല്ല, ഭർത്താവ് അവിടെ ഇരിക്കും. ഞാൻ പോയി വിളിച്ചിട്ട് പാടി ഞാൻ പറയാം. കാര്യം അവരെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈശോ. ചിലപ്പോൾ ആ പാവപ്പെട്ടവന് ആവശ്യമില്ലാത്ത കുറ്റബോധമായിട്ട് എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, ദൈവത്തിന് എന്നെ വേണ്ട, എൻ്റെ കയ്യിരിപ്പിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയായിരിക്കും. അവനെ വിളിച്ചിട്ടൊരു ബ്ലസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും ആൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതായത് ഇതൊക്കെ ഇവിടുന്ന് കിട്ടും. പിന്നെ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ മതി. അച്ഛൻ കാണുമ്പോൾ പറയണം, അച്ഛാ ഇന്നതാണ് സംഭവം, പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ ഉണ്ട്, വിളിക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ എത്ര പേര് വിളിക്കുന്നു, മക്കളെ വിളിക്കും. പക്ഷേ ആ കുടുംബത്തിലുള്ള ആളായിരിക്കണം. അത് നിങ്ങളിവിടെ വന്നത് ചേട്ടത്തിനെ വിളിച്ചുകൊണ്ട് വരരുത്. ചേട്ടത്തിനെ കൊണ്ടുവന്നു ഞാൻ പറയാം, അത് വേറെ വീടല്ല, നിങ്ങളല്ല. നിങ്ങളുടെ ഉടമ്പടിയിൽ പങ്കുപറ്റാൻ വേണ്ടി എംബ്രാൻ്റെ വെട്ടത്ത് വാരുടെ അത്താഴത്തിന് വേണ്ടി വന്നിരിക്കണവർ. നമുക്ക് കാശ് മുടക്കിയാലേ എണ്ണ കത്തത്തുള്ളൂ. അതൊക്കെ നിങ്ങൾ കത്തിക്കണം. അവർ വെട്ടം കാണും. അങ്ങനെയുള്ള ചൂഷണവും നടക്കത്തില്ല. വിളിക്കാൻ പറ്റത്തെന്ന് പറയും. അത് വേറെ വീടാണെന്ന് പറയും. നിങ്ങളുടെ അനിയത്തിയായിരിക്കും, പക്ഷേ അവരെ കെട്ടിച്ചു വിട്ട് വേറെ വീട്ടിലാണ് താമസിക്കണം. അവർക്കിതുമായിട്ട് ഉടമ്പടിയോട് ബന്ധമില്ല.